ഇന്ത്യയിൽ സ്ഫോടന പരമ്പരയ്ക്ക് ആസൂത്രണം ആരംഭിച്ചത് 2023 ചെങ്കോട്ട ഭീകരാക്രമണ കേസിലെ പ്രതി മുസമ്മിൽ ഖനി. അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രതികൾ കുറ്റസമ്മതം നടത്തി. 2 വർഷക്കാലമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയായിരുന്നു. വൈറ്റ് കോളർ സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ച് പരിശോധന കർശനമാക്കി അന്വേഷണ സംഘം. ഇപ്പോൾ ഈ മുസമ്മിൽ ഷക്കീലും ഷഹീനും ഉൾപ്പെടെ വൈറ്റ് കോളർ സംഘത്തിലെ പ്രധാന കണ്ണികൾ NIA കസ്റ്റഡിയിലാണുള്ളത്. അവരെ ചോദ്യം ചെയ്തു വരുന്നു. ഇതിനിടയിലാണ് മുസമ്മിൽ കുറ്റസമ്മതം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. 2023 ചെങ്കോട്ട ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ആസൂത്രണം ആരംഭിച്ചത് എന്നാണ് നിലവിൽ വിവരമുള്ളത്. ഇത് ചെങ്കോട്ട ഭീകരാക്രമണം എന്നുള്ള തരത്തിലായിരുന്നില്ല, മറിച്ച് ഒരു സ്ഫോടന പരമ്പര തന്നെ രാജ്യത്തെ പല നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താനായിരുന്നു. അതും ഡിസംബറിൽ നടത്താനായിരുന്നു യഥാർത്ഥ പദ്ധതി. അതിനുവേണ്ടി കഴിഞ്ഞ 2 വർഷക്കാലമായി ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വരികയായിരുന്നു. ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് പദ്ധതിയും ആസൂത്രണം അത് നീണ്ടുപോയത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ മുസമ്മിലും കൂട്ടുപ്രതികളും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അത് കണ്ടെത്തിയതും ഈ വൈറ്റ് കോളർ ഭീകര സംഘം തന്നെ സ്വതന്ത്രമായിട്ടാണ്. പലരും പല എമൗണ്ടും പല തുകയും അതിലിട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, അത് എങ്ങനെ നിർമ്മിക്കണം, എങ്ങനെ ആസൂത്രണം നടത്തണം, എവിടെയൊക്കെ സ്ഫോടനം നടത്തണം തുടങ്ങിയിട്ടുള്ള മറ്റ് സഹായങ്ങൾ ജയ്ഷെ ഭീകരത്തിൽ നിന്നും അതുപോലെ ഹാൻഡ്ലർ തുർക്കിയിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹാൻഡ്ലർമാരിൽ നിന്നടക്കം ഈ ഭീകര സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലുള്ള മുസമ്മിലും ഷഹീനുമായി ബന്ധമുള്ള ഡോക്ടർമാരെ എല്ലാം നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. മുറദാബാദിലെ 10 ഡോക്ടർമാർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അൽഫല സർവകലാശാല നിൽക്കുന്ന ദൗജ് എന്ന ഗ്രാമം, അവിടുത്തെ ചെറുകിട ഈ തൊഴിലാളികൾ, അതുപോലെ കടക്കാർ, കച്ചവടക്കാർ, ഇവരെ എല്ലാവരും ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് എന്നുള്ള രീതിയിൽ അവിടെയും അന്വേഷണവും പരിശോധനകൾ നടക്കുകയാണ്. അവരുടെ ഐഡന്റിറ്റി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് ഒരു SIT ഹരിയാന പോലീസ് രൂപീകരിച്ചത്. അൽഫല യൂണിവേഴ്സിറ്റി എങ്ങനെ ഭീകര സംഘത്തിന് ഒരു ടെറർ ഹേവണായി കാര്യം കണ്ടെത്താൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ പറയുന്ന ദൗജും ഫരീദാബാദും കേന്ദ്രീകരിച്ചടക്കം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.